ധാരാളവിസാരകം ദളവരം സിംഹാസന യാചന പൂജ്യൽപത്ര സുളോട്ടം നോദേശാസോദ്യം നീലക്ഷമോസം നവീന ജലദശ്യാമം പ്രഭാസത്യസ്പായേൽ പാർശ്വയുഗം സുരക്ത സകലാകൽപ്പം സ്മരേദ്യധികം. സകലവിധ ശാസ്ത്രങ്ങളുടെയും അറിവിൻ്റെ ഗുണനിലവാരമായിരുന്നതായ തേവണങ്കോട് മുത്തശ്ശൻ നാരായണൻപുരി അദ്ദേഹത്തിൻ്റെ പുനഃപ്രതിഷ്ഠയോടുകൂടി എവിടെയോ ഒരു സങ്കല്പത്തിലൊരു തറയിലിരുന്നതായ ഒരു ശാസ്താവിൻ്റെ ചൈതന്യത്തെ ക്ഷേത്ര ആചാരത്തിലൂടെ പ്രതിഷ്ഠിച്ചതായ ഒരു കുഞ്ഞു മലയുടെ മുകളിൽ വസിക്കുന്നതായ വക്കോലി ശാസ്താവ് 15 വർഷങ്ങളോളം മേശാന്തിയായിട്ട് അവിടെ ഇരുന്നിരുന്നു. അവിടുത്തെ ഒരു പ്രത്യേകത, അധ്വാനത്തിൻ്റെ ഫലം, ധർമ്മത്തിൻ്റെ പ്രത്യേകത. എല്ലാവരും ഒരുമിച്ച് കൂടി കമ്മിറ്റി എന്നോ തന്ത്രി എന്നോ ശാന്തിക്കാരനെന്നോ ഇല്ലാതെ അധ്വാനത്തിൻ്റെ ഫലം കാണണമെങ്കിൽ വക്കോലി ക്ഷേത്രത്തിലേക്ക് വരിക. അവിടെ പുറമേ നിന്ന് ഒരാളെ വിളിച്ചിട്ടല്ല, അവിടെ ടൈലിടുക, അവിടെ സ്ഥലങ്ങൾ വൃത്തിയാക്കുക, അവിടെ കൃഷി ചെയ്യുക, അതുപോലെ തന്നെ സാധനങ്ങൾ ഒരുക്കുക, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ പൊതുവായ രീതിയിൽ യോജിച്ചുകൊണ്ട് പഴയ രീതിയിലുള്ളതായ കൃഷി, അതുപോലെ തന്നെ ജലസ്രോതസ്സുകൾ, അതുപോലെ തന്നെ പൂങ്കാവനങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ കിഴക്ക് വശത്തായിട്ട് പടിഞ്ഞാറ് വശത്ത് മൂലയിലായിക്കൊണ്ട് അകത്ത് കുകുളം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സർപ്പക്കാവ് വേറെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തേവണംകോട് അദ്ദേഹത്തിൻ്റെ മകൻ പരമേശ്വരനും പോയി അദ്ദേഹം വിശ്വം പോയി. അദ്ദേഹത്തിൻ്റെ മകനായ ഉണ്ണിയാണ് ഇപ്പോൾ അവിടെ തന്ത്രം കഴിക്കുന്നത്. അപ്പോൾ എരുതരെ വരുന്നവർക്ക് ദുരിതര വരങ്ങൾ നൽകും. ശബരിമലയിലും ശാസ്താവിൻ്റെ അതേ അനുഗ്രഹ ശക്തിയാനാണ് വക്കോലി തേവർക്ക്. അപ്പോൾ പൊതുവായ രീതിയിൽ അദ്ദേഹം മുതൽ യോജിപ്പിച്ചുകൊണ്ട് പൊങ്കാല പോലെ അമ്മമാരെ കൊണ്ടും എല്ലാവരെ കൊണ്ടും പുറമെ നിവേദ്യങ്ങൾ വെപ്പിച്ചുകൊണ്ട് അവിടെ ആ നിവേദ്യങ്ങൾ നടക്കുകൊണ്ട് വെച്ച് നേരിക്കുന്നതായ അപൂർവ ക്ഷേത്രങ്ങളിലൊന്ന്. അപ്പം ക്ഷതാതത്രായത ഇത് ക്ഷേത്ര, നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് ക്ഷേത്രം. മകരം 28 ഉത്സവം ആയിക്കൊണ്ട് നടത്തുന്നതായ ക്ഷേത്രം. ദീപാലങ്കാരങ്ങൾ, അതുപോലെ തന്നെ കുരുത്തോലകൾ, മാലകളും ഒക്കെ തൂക്കിക്കൊണ്ട്. ഇനി ഇത് കൂടാതെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ മഹാദേവനും ഭദ്രകാളിയും ഗണപതിയും ഒക്കെ ഉണ്ട്. ഉഗ്രമൂർത്തിയായ രീതിയിലുള്ള ഭദ്രകാളിക്ക് ഗുരുജയന്തിയും, അതുപോലെ ഒരേ കുഞ്ഞു ശ്രീകോവിലിനകത്താണെങ്കിൽ പോലും മഹാദേവനും ഭദ്രകാളി ദേവിയും ഒരുമിച്ചിരിക്കുന്നതായ ക്ഷേത്രം. അവിടെ മഹാദേവന് ധാരകൾ കൈക്കൊണ്ടുകൊണ്ട്, അപ്പോൾ വലിപ്പമല്ല പ്രധാനം, കുഞ്ഞ് സൂക്ഷ്മം എന്നർത്ഥം. ചെറുതും വലുതും ഒക്കെ ഉണ്ട്. ചെറുത് തന്നെയാണ് വലുതാവണം ചെറുതാവണത്. അപ്പോൾ ഏതോ അപ്രാപ്യ നിവൃത്തൻ്റെ വാചശ്ച മനസ്സാസക, വാചിക്കും മനസ്സുകൾക്കും അപ്രാപ്യമായ രീതിയിൽ എവിടെ ചെന്ന് തട്ടി നിൽക്കുന്നു അതാണ് ഈശ്വരൻ. അപ്പോൾ അവിടെ വാക്കുകൾ മുറിയപ്പെടുന്നു. അവിടെ സ്വാമി ശരണം, അല്ലെങ്കിൽ ശരണമയ്യപ്പ, അല്ലെങ്കിൽ ഗുണപ്രാപ്തരനോ, അല്ലെങ്കിൽ ഗണപതേനമാവണം ശിവായ, അല്ലെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ എന്നും സർപ്പദൈവങ്ങൾക്കും അവിടെ പ്രദക്ഷിണം വെച്ച് തൊഴുതു കഴിയുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം കാണുമ്പോൾ അറിയാം. വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ട് വല്യമ്പലത്തിൻ്റെ പണികൾ ബാക്കി അല്പം കൂടി നടക്കാനുണ്ട്. അതിനുള്ള എല്ലാ സഹകരണങ്ങളും എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും എല്ലാവരിൽ നിന്നും ഉണ്ടാവണം എന്നർത്ഥം. അപ്പോൾ ആറന്മുള തേവരുടെ മേശാന്തിയായിരുന്നതായ നാരായണൻ നമ്പൂതിരി, അദ്ദേഹത്തിന് ഒരു അഭിമാനവും ഇല്ലാന്നർത്ഥം. ആറന്മുള ക്ഷേത്രത്തിലെ മേശാന്തി ഒരു ചെറിയൊരു അമ്പലത്തിൽ ശാന്തി കഴിക്കുമെന്ന് വെച്ചാൽ അതിന് തർക്കിക്കാനൊന്നുമില്ല. ശ്രീ നാരായണേട്ടനാണ് അവിടെ ഇപ്പോൾ മേശാന്തിയായിട്ട്. അപ്പോൾ ശിഷ്യന്മാരും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ശിഷ്യന്മാരും നമ്മുടെ കൂട്ടുകാരും ഒക്കെ തുടങ്ങിയത് വക്കോലിയിൽ നിന്ന് തന്നെയാണ്, അവിടുത്തെ അനുഗ്രഹത്തിൽ നിന്നാണ്. എൻ്റെ ശിഷ്യന്മാരും എൻ്റെ കൂട്ടുകാരും ഒക്കെ, കുഞ്ഞു കുട്ടികളൊക്കെ വന്ന അമ്മമാർ പറയും പൂജ പഠിപ്പിക്കണം, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാൻ കൂടണം, അതൊക്കെ വക്കോലിയിൽ നിന്നാണ് തുടക്കം എന്നർത്ഥം. അപ്പോൾ തുടക്കം മറക്കരുതെന്നർത്ഥം. അപ്പോൾ 18 പടികളിലൂടെ കയറുന്നതായ ഒരു ചൈതന്യം. ആ 18 പടികളുടെ സങ്കല്പം അനുസരിച്ച് ആദ്യത്തെ പടി നമ്മൾ മറക്കരുത്. നമ്മൾ കയറി വന്ന വഴി മറന്നിട്ടുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല, പടപടപടപടാന്ന് താഴെ വേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ സ്റ്റെപ്പായിട്ട് തന്നെയാണ് മുകളിലേക്കുള്ള പ്രയാണം വേണ്ടത്. ആദ്യത്തെ പടി മറന്നാലോ, ആദ്യത്തെ പടി മറന്ന് 2 or 3 പടി ചാടി കയറി കഴിഞ്ഞാൽ മുകളിൽ ചെല്ലുമ്പോൾ വീണ്ടും തിരിച്ച് താഴെ ചാടേണ്ടി വരും, താഴെ പതിക്കേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ അങ്ങനെ സ്നേഹത്തിൻ്റെ പ്രതീകമായ സമിതിക്കാർ
സ്നേഹത്തിൻ്റെ പ്രതീകമായ നാട്ടുകാരുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായ ശാസ്താവും ഗണപതിയും മഹാദേവനും ഭദ്രകാളി ദേവിയും അതുപോലെ സർപ്പദൈവങ്ങളും എല്ലാവരും പണ്ടപരിപ്പം പ്രാദ്യം പറയുന്ന കാര്യമൊന്നുമില്ല. അവിടെ ഒരു വിളക്ക് കത്തിച്ച് തൊഴുതു കഴിഞ്ഞാൽ പ്രത്യക്ഷ ദൈവമാണ്. വക്കുവള്ളി തേവരും വക്കുവള്ളി സമിതിക്കാരും വക്കുവള്ളി തന്ത്രിയും ഇതിനു മുമ്പുള്ള ശാന്തിക്കാരും ഇതിനു മുമ്പ് കഴിച്ചിരുന്ന ശാന്തിക്കാരും ഇപ്പോൾ കഴിക്കുന്ന ശാന്തിക്കാരും ഒക്കെ ഞങ്ങളുടെ റോൾ മോഡലാണ് എന്ന് പറയാറുണ്ട്. ഞങ്ങളൊരു റോൾ മോഡലാണ് എന്ന് പറയാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അവിടെ അടുത്ത പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെ പറ്റിയും ഒക്കെ അവിടെ ആലിൻ്റെ ചോട്ടിലിരുന്നാണ് സംസാരിക്കുന്നത്. അത്ര സിമ്പിളാണ് അവിടുത്തെ ആൾക്കാർ. ആലിൻ്റെ പ്രത്യേകത എന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്നതായ ഒരേ ഒരു വൃക്ഷം ആൽവൃക്ഷമാണ്. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായ തേ നമ. അങ്ങനെ വൃക്ഷരാജൻ്റെ തോട്ടിലിരുന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ തിരുമേനി ഞങ്ങളുടെ റോൾ മോഡലാണ്. ഞാൻ തിരിച്ചു പറയാറുണ്ട്, കൃഷിയുടെ കാര്യത്തിൽ, അവിടെ വൃത്തിയാക്കുന്ന കാര്യത്തിൽ, അവിടെ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ, അവിടെ നാമം ജപിക്കുന്ന കാര്യത്തിൽ, അവിടെ സർവേശ്വര പൂജ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങളും എൻ്റെ റോൾ മോഡലാണെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ ആ റോൾ മോഡലുകൾ മുഴുവനും ചെന്ന് സമർപ്പിക്കേണ്ടത് ശാസ്താവിൻ്റെ പാദത്തിൽ തന്നെയാണ്. അവിടെ വിദ്യാസ്വരൂപനായിക്കൊണ്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനവും അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അസുഖം മാറ്റാനും ഒക്കെ അവിടെ പ്രത്യേക വഴിപാടുകൾ നട വളരെ പ്രധാനമാണ് ഐശ്വര്യത്തിന്. ഇന്നും നാളെയും നടക്കുന്നതായ ഉത്സവാദികളിലേക്ക് എല്ലാ അർത്ഥത്തിലും പഴയ രീതിയിൽ ചിട്ടയിൽ കുളിച്ച് ശുദ്ധമായി നാമം ജപിച്ചുകൊണ്ട് അവിടെ നമുക്ക് പങ്കെടുക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും വക്കുവള്ളി ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലേക്ക്, കണ്ണമ്പറമ്പോടൊക്കെയുള്ള ചുറ്റുമുള്ള ഭണ്ഡാരങ്ങളുടെ പൂജയിലേക്ക്, അവിടുത്തെ ഘോഷയാത്രയിലേക്ക്, അവിടുത്തെ താളങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ഓർമ്മിപ്പിക്കുന്നു. ആർക്കും താളം എടുക്കാം. ചിലർ വിധവകൾക്ക് താളം എടുക്കാവോ? അങ്ങനെയൊന്നുമില്ല. ഭക്തി ഉണ്ടെങ്കിൽ ആർക്കും താളം എടുക്കാം. അവിടുത്തെ താള ഘോഷയാത്രയിലേക്ക്, അവിടുത്തെ നാമം ജപ ഘോഷയാത്രയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. ലോകവീര്യം മഹാപൂജ്യം സർവരക്ഷാകരം നൃണാം പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. അസ്മത്കുലേശ്വരം ദേവം അസ്മശത്രുവിനാശനം അസ്മദിഷ്ടപ്രദാതാരം ശാസ്താരം പ്രണമാമ്യഹം. എല്ലാ കലകളും എല്ലാ അറിവുകളും എല്ലാം 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 വക്കുവള്ളി ഭദ്രകാളി അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു.